എനിക്കൊരാഗ്രഹം ഉണ്ട് അങ്ങനെ. ഇവിടെ തന്നെ 2 അക്ഷികളുണ്ട്. അവസാനം നമ്മുടെ പറമ്പിലെ ചീര അടുപ്പിലേക്ക് ചീരത്തോരൻ. അതെ, എന്നാ വേഗം കട്ടിയണേ. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ഇത് കോപ്പിറൈറ്റ് വരില്ല. പറമ്പിൽ നിൽക്കണേ പച്ചച്ചീര. ഞങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ പറിച്ചതാ, ഒന്നോടെ കട്ട് ചെയ്തെടുക്കാം. നല്ല ചീരയായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഫ്രഷായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് മുറിച്ചെടുക്കുമല്ലേ, മുറിച്ചെടുക്കുമല്ലേ, അപ്പം അതിൻ്റെതായ രുചി ഉണ്ടാവും. കുറേ സ്ഥലത്ത് തൈ കിളുത്തിട്ടുണ്ട് അതിൻ്റെ. അതെന്നാന്ന് അറിയില്ല, അവിടെ ഒരെണ്ണം അത് കട്ട് ചെയ്യണ്ട, നമുക്ക് കാണിച്ചു കൊടുക്കാം. അരിയോടുകൂടി മൊത്തം നിൽക്കണം, അത് മൂത്തുപോയി. അപ്പോൾ ഈ അരി മൊത്തം കിളുക്കുക. വേഗം കട്ട് ചെയ്തെടുത്തോ. അതെ, ഇതാണ് നമ്മുടെ ചീരക്കാട്. ചീരക്കാട്ടിലേക്ക് പോവാം. നമുക്ക് ഇതുപോലെ അവിടെ പോയി പറിച്ച് നടായിരുന്നു അല്ലേ. ഇതെല്ലാം പറിച്ചേ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാ പറിച്ചു കൊണ്ടുപോകണ്ട, തൈകൾ പറിച്ചു കൊണ്ടുപോവാം. ഇഷ്ടംപോലെ തൈ താഴെ നിൽപ്പുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ചീര നേരിട്ട് പറിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ. നല്ല ഫ്രഷ് ചീര. അതേ കണ്ടോ, പണ്ട് അമ്മ ചീര കട്ട്ലറ്റ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചീര ഓംലെറ്റാണ്. അത് അടിപൊളിയാണ്. നോയമ്പായതുകൊണ്ട് ഇപ്പോൾ അതുണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ചീര തോരൻ ഉണ്ടാക്കിയിട്ട് ബ്രെഡ് വെച്ച് കഴിക്കാം. അങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് ഈ കോമ്പൗണ്ട് വാളിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരുപാട് പച്ചച്ചീര മുളച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പച്ചച്ചീര കട്ട് ചെയ്തുകൊണ്ട് വന്ന് വൈകുന്നേരം തോരൻ ഉണ്ടാക്കാൻ പോകും. പച്ചച്ചീരയും സവോളയും ഇട്ടിട്ടുള്ള തോരൻ. ചക്കക്കുരു ഇല്ല ഇന്ന് തോരൻ ഉണ്ടാക്കാൻ. ചക്കക്കുരു ഇരിപ്പുണ്ട് തോരന്. ഇന്ന് ചക്കക്കുരു ഇടണില്ല, അത് മാത്രം. ഓക്കെ, അമ്മേനെ ഈ വൈഡ് ആംഗിളിൽ കാണാൻ നല്ല രസം. കാരണം വെട്ടിയ സ്ഥലത്തെല്ലാം ഇപ്പൊ പുല്ലുകളെല്ലാം കിളിർത്തു. പിന്നെ പുറകിൽ കൂറ്റൻ പാലമരം, യക്ഷിപ്പാല എന്ന് പറയും. നമ്മൾ ഇതുവരെ യക്ഷിനെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തേനെ. എനിക്കൊരാഗ്രഹം ഉണ്ട് അങ്ങനെ. ഇവിടെ തന്നെ 2 അക്ഷികളുണ്ട്. പേര് പറയണില്ലല്ലേ? പേര് പറയണില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണാം. 3 ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അതിൽ 2 അക്ഷികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആരാന്ന് ആർക്കും അറിയാം. ഓക്കെ, നമ്മുടെ നാടൻ മുരിങ്ങമരം തന്നെ കിളുത്തു വന്നേക്കണോ. ഇത് പെടർന്ന് വീണ് പോയായിരുന്നു. എന്നിട്ട് ആ വീണതീന്ന് കിളുത്തേക്കണതാട്ടോ. നല്ല രസമല്ലേ, നാടൻ മുരിങ്ങ കേട്ടോ. അപ്പൊ ചെലപ്പോ ഇനി വീണതീന്ന് പോയതുകൊണ്ടേ അധികം പൊക്കം വെക്കില്ലായിരിക്കും. മുരിങ്ങയാണ് ഇവിടെ ശരിക്കും ദൗർലഭ്യം. അയ്യോ, എന്തോരായിരുന്നു ഞാൻ വന്നയിടയ്ക്ക് അമ്മച്ചിക്ക്. ഇപ്പൊ പക്ഷെ ഭയങ്കര ദൗർലഭ്യം അതിന്. വന്നോളൂ. അതെ, ഇവിടെ പൂവിടാൻ വരുന്നുണ്ട് കേട്ടോ. പൂവിടൂല, അതിലിപ്പ പൂവൊന്നും ഇടൂല. നാടൻ മുരിങ്ങ അങ്ങനെ പൂടൂല. കൊമണ വഴിയൊന്നും മേടിച്ചു വെക്കുന്ന മുരിങ്ങയാണെങ്കിൽ പെട്ടെന്ന് പൂവിട്ടു. ഇപ്പൊ പൂവൊന്നും കുത്തൂല. പക്ഷെ മുരിങ്ങ ഉണ്ടായതായാലും. ഓക്കെ, പോവാട്ടോ. കഴുകി വെള്ളം വാലാൻ വെക്കണം. കരിയ പറമ്പിൽ നിൽക്കണല്ലേ, നീറ്റായിട്ട് കഴുകിയിടണം. അതെ, ചെറുതായി പൊടിഞ്ഞു തുടങ്ങി. പൊടിയണുണ്ട്, നങ്ങിയിട്ടില്ല. പക്ഷെ നാളെ ഒന്നോടെ വിട്ട് കൊണ്ട് പോവാം. നാളെ ഒന്നോടെ വെക്കാം. ചീര അരിയാൻ പോവാം. കഴുകി വെള്ളം തോർത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നൂല്ലേ. അച്ചിങ്ങ കുടിക്കാനൊന്നും കുഴപ്പമില്ല. കത്തിയൊക്കെ നല്ല മൂർച്ചപ്പെടുത്തി വെച്ചേക്കോ. കൈ കീറായിരുന്നാ മതിയോ. ഞാൻ തന്നെ മൂർച്ചപ്പെടുത്തണതാ. അതൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കെണിയാ. ചീര ചോപ്പിംഗ് ബോർഡിൽ അരിയാൻ പറ്റുമോ? അമ്മയ്ക്ക് ഇച്ചിരി പാടായിരിക്കും. അമ്മയ്ക്ക് ഇതാണ്. അരിയൊക്കെ ചെയ്യാം. അരിയ ചേർത്ത് വെച്ചേച്ച് വേണമെങ്കിൽ. ഇങ്ങനെ ശീലിച്ചുകൊണ്ട് നമുക്കിത് എനിക്കിത് കുയില് പറഞ്ഞു ഓക്കേന്ന്. ഇത് പൂവൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സാധനം നല്ല രുചിയാട്ടോ. നല്ല രുചിയാ. മൂത്തതായതുകൊണ്ട് രുചി ഉണ്ടാവില്ലെന്ന് നമ്മൾ കരുതിയേ. പക്ഷെ ഒരു തവണ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പറമ്പിന്ന് നേരിട്ട് പറിക്കണല്ലേ. ഫ്രഷ്, വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഏറ്റവും ഗുണമുള്ള സാധന. ഇടയ്ക്ക് അത് പറിച്ചെടുക്കാം. പ്രദേശം മൊത്തം ഉണ്ട് ചീരക്കാട്. നല്ല നമുക്കൊരു ചീരക്കാടായി വളർത്തിയെടുക്കാം. വളർത്താതെ തന്നെ അത് ആയിട്ടുണ്ട്. വളർത്താതെ തന്നെ അതായി. അവസാനം നമ്മുടെ പറമ്പിലെ ചീര അടുപ്പിലേക്ക് ചീരത്തോരൻ. തേങ്ങ, സവോള,
ചുവന്നുള്ളി, ഉപ്പ്, ഇച്ചിരി മഞ്ഞപ്പൊടി. ഇന്ന് വൈകിട്ടത്തെ എൻ്റെ ഡിന്നർ ആയിരിക്കും ഇത്. ചീര വിത്ത് ബ്രെഡ് സാൻഡ്വിച്ച്. ചീര നല്ലതാണ്, ഇടയ്ക്ക് കഴിക്കാറുള്ളതല്ലേ. അതെ, ഇളക്കി വെക്കണം, മൂടി പൊത്തി വെക്കുക, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കുക, അത്രയുള്ള പരിപാടി. ചീരയൊക്കെ മിക്സ് ആക്കുക. തേങ്ങ ഒതുക്കിയിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടല്ലോ. നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയുണ്ട്. ഫ്രഷ്നെസ് മാത്രമല്ല, വേറെ ഒരു നമ്മൾ വളം ഇട്ടിട്ടില്ല, പിന്നെ നമ്മൾ മരുന്നടിക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെതായ ടേസ്റ്റ് ആ ചീരയ്ക്ക് ഉണ്ടാവും അല്ലേ. ഏതായാലും ഇഷ്ടം പോലെ പറമ്പിൽ കിളുത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം സ്വന്തം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി കേട്ടോ. ഓക്കെ, ചീരക്കാട്ടിൽ ഇനിയും ഇഷ്ടം പോലെ ചീരയിലകൾ നോക്കി ചിരിക്കുന്നുണ്ട്. അത് വലുതായി വരുന്നതനുസരിച്ച് കട്ട് ചെയ്തുണ്ടാക്കും. ഒരു ദിവസം ഞാൻ വിടുന്നതിന് മുമ്പ് തന്നെ ചക്കക്കുരു ഇട്ടുണ്ടാക്കണം. ചക്കക്കുരുവും ചീരയും സവോളയും തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ വലിയ ഇഷ്ടമാണ്. ഓക്കെ, അടയ്ക്ക് വേണേ. ഞാൻ വൈകിട്ട് കഴിക്കണ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചീരയും ബ്രെഡ് ടോസ്റ്റ് ആക്കി കഴിക്കണേന്ന്. ഇതൊന്ന് തുറന്ന് കാണിക്കോ? ഒരു ബ്രെഡ് ടോസ്റ്റ്, ഒരു ബ്രെഡ് തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കഴിക്കണേ. ബ്രെഡ് നെയ്യിൽ പൊരിച്ചതാ. അമ്മയ്ക്ക് വേണോ ഒരു ബൈറ്റ്? നല്ല ടേസ്റ്റാ. അമ്മയ്ക്ക് ഈ വക ഐറ്റംസിനോട് താല്പര്യമില്ല. എനിക്ക് വലിയ ഇഷ്ടമായി ഈ ഒരു മോഡൽ ഡിഷ് കഴിക്കാൻ. മറ്റേ ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്താലും രുചിയാണ്, ഇതുപോലെ ബ്രെഡ് മുരിച്ചിട്ട് അകത്ത് വെച്ചാലും ടേസ്റ്റാണ്.